ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു പാത്രം കഴിഞ്ഞ മിഷീൻ വാങ്ങിച്ചു. അതിൻ്റെ പേര് ഡിഷ് വാഷർ എന്നാണ്. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി ചോറ് തിന്നിട്ട് നമ്മളത് കഴുകാൻ പോവാണ്. അപ്പം അതിൻ്റെ വീഡിയോ ആണെന്ന്. ഓക്കെ, ഇനി അത് കഴുകുന്നത് കാണാട്ടോ. അപ്പോൾ ഗായ്സ് ഇതാട്ടോ ഡിഷ് വാഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഗായ്സ് നമുക്ക് ഡിഷ് വാഷർ തുറക്കാം കേട്ടോ. അപ്പോൾ ഗായ്സ് ഇതായിട്ട് അതിൻ്റെ ഉള്ളെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിന് താത്താൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ ഇതാട്ടോ പാത്രം വെക്കണ സ്ഥലം എന്ന് പറയുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് നമുക്ക് സ്പൂൺ അതൊക്കെ വെക്കാൻ പറ്റും. ഇതാട്ടോ അതെന്ന് പറയുന്നത്, സ്പൂൺ വെക്കാൻ പറ്റുന്നത്. പിന്നെ ഇതും അതുപോലെ തന്നെ പ്ലേറ്റും ഒക്കെ നമുക്ക് വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇവിടെ ആട്ടോ നമുക്ക് ഇതിൻ്റെ സോപ്പ് വെച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിനി പാത്രങ്ങൾ വെക്കാട്ടോ. ഇനി അപ്പോൾ ഗായ്സ് ആട്ടോ നമ്മൾ ഫസ്റ്റ് ഗ്ലാസ് വെക്കാൻ പോകുന്നത്. സെക്കൻഡ് ഗ്ലാസ്, പിന്നെ നമ്മുടെ തേർഡ് ഗ്ലാസ് ആണിത്. ഇത്ര ഉള്ളു ഗ്ലാസ്. ഗായ്സ് ഇതാട്ടോ പ്ലേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പ്ലേറ്റ് ഇവിടെ വെക്കുമ്പോൾ വേസ്റ്റ് ഒക്കെ കളഞ്ഞിട്ട് കേട്ടോ ഗായ്സ് ഇവിടെ വെക്കുന്നത്. അപ്പോൾ ഗായ്സ് ആയിട്ട് സെക്കൻഡ് പ്ലേറ്റ്. അപ്പോൾ ഗായ്സ് ഇങ്ങനത്തെ പ്ലേറ്റൊക്കെ നമ്മൾ കമത്തിയായിട്ട് വെക്കണ്ട ഗായ്സ്. അപ്പോൾ ഗായ്സ് നമ്മൾ എല്ലാ പാത്രവും വച്ചു. നമുക്കത് ക്ലോസ് ചെയ്യാട്ടത്. അപ്പോൾ നമുക്ക് ഇതിനായിട്ടൊരു സോപ്പ് ഉണ്ട്. അത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ സോപ്പ് വെച്ച് കഴിഞ്ഞ് നമുക്കിത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഗായ്സ് നമ്മൾ മെഷീൻ ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് സ്റ്റാർട്ടാക്കാം. മെഷീൻ സ്റ്റാർട്ടായി. അപ്പോൾ നമുക്കിനി സ്വിച്ച് ഓൺ ആവാം കേട്ടോ. ഓണായി. നമുക്ക് ടർബോ ഓണാക്കാം. പിന്നെ നമുക്ക് എക്സ്ട്രാ ഡ്രൈ ഓഫ് ആക്കണം കേട്ടോ. ഓഫാക്കി നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം. ഗായ്സ് ഇതാ ഇത് സ്റ്റാർട്ടായി. നിങ്ങൾ കേൾക്കാം വെള്ളം ഇങ്ങനെ അടിച്ച് കയറി. ചൂടൻ വെള്ളം ആട്ടോ ഇത് അടിച്ച് കയറുന്നത്. അപ്പോൾ ഇനി ഇത് 1 മണിക്കൂറാണ് ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത്. നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗായ്സ് ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഒരു കാര്യം വിട്ടുപോയി പറയാൻ. അപ്പോൾ നമ്മൾ ഈ പൈപ്പ്, ഇതിൻ്റെ വെള്ളത്തിൻ്റെ പൈപ്പ് നമ്മൾ എപ്പോഴും തുറന്നു വെക്കണം. പിന്നെ ഇത് കണ്ടോ ഗായ്സ്, ഇതാണ് ഇതിൻ്റെ വെള്ളം ലെവൽ ചെയ്യണ സാധനം. ഇത് കൂടിപ്പോയാലും കുഴപ്പമില്ല, തന്നെ ലെവലായിക്കോളും. അപ്പോൾ നമ്മുടെ മെഷീൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എഴുതി കാണിച്ചു. നമുക്ക് മെഷീൻ ഓഫ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് മെഷീൻ നമുക്കൊന്ന് തുറക്കണം. അപ്പോൾ ഗായ്സ് ഇപ്പം നമ്മുടെ പാത്രമൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വച്ച സോപ്പ് പലിന് പോയി. ഇപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ പാത്രം കഴുകണ അതിൻ്റെ കൂടെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പാത്രം എടുക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഇതിൻ്റെ ചൂട് കഴിഞ്ഞിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അത് ചൂടാറണം ഒന്ന്. അപ്പോൾ ഇനി ചൂടാറിയിട്ട് കാണട്ടോ നമുക്ക് ഇനി. അപ്പോൾ ഗായ്സ് നമ്മൾ പാത്രം ക്ലീൻ ചെയ്ത് ഗായ്സ്. ഇതാട്ടോ പാത്രം ക്ലീൻ ചെയ്തപ്പോഴുള്ള റിസൾട്ട് എന്ന് പറയുന്നത്. നല്ല ക്ലീനാണ്, നല്ല ഫ്രഷ് മണവും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ പ്ലേറ്റും ക്ലീൻ ചെയ്തു. എല്ലാ പ്ലേറ്റും ക്ലീൻ ചെയ്തിട്ടോ. ഇവിടെ കണ്ടോ വൈറ്റ് നമ്മുടെ പ്ലേറ്റ് ക്ലീൻ ചെയ്തു. അതുപോലെ തന്നെ ഈ പ്ലേറ്റും ക്ലീൻ ചെയ്തു. ഇനി നമുക്ക് ഇനി കപ്പിൻ്റെ സെക്ഷനിലേക്ക് പോവാം. ഇവിടെ നമ്മുടെ കപ്പൊക്കെ ക്ലീൻ ചെയ്തു.
ഇതാ ചില്ല് ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ നമ്മൾ ഈ ക്വാളിറ്റി ലെവൽ ചില്ല് ഗ്ലാസ്സൊക്കെ ഇല്ലേ, അത് നമ്മൾ ഇതിലിടുമ്പോൾ ചിലപ്പോൾ ഈ ചൂടടിച്ച് പൊട്ടും, അത് സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ഈ പാത്രമൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ഗായ്സ് നമ്മൾ പാത്രമൊക്കെ ക്ലീൻ ചെയ്തു. അപ്പം നമ്മൾ ഇപ്പം എടുക്കണില്ല കേട്ടോ, നമ്മുടെ ഇതിൻ്റെ ആവിയൊക്കെ പോയാലാണ് ഇതിലുള്ള വെള്ളമൊക്കെ ഉണങ്ങുള്ളൂ. അപ്പം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് എടുക്കുള്ളൂ. അപ്പം ഇനി നമുക്ക് രാവിലെയാണ് എടുക്കുന്നത്. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മളൊരു കാര്യം പറയണ്ടേ, ഇന്ന് ന്യൂ ഇയർ ആണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റൊരു ഷെയർ ചെയ്യുക. അപ്പോൾ നാളെ ഒരു പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കേട്ടോ. ടാറ്റാ.